ഞാൻ ഇൻട്രോ പറയുമ്പോ ഓൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാൻ തുടങ്ങി. അപ്പൊ ഇന്നത്തെ നമ്മളെ റൂം മൊത്തം ക്ലീൻ ചെയ്യാനെന്ന്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്കൊന്ന് പോസ് ചെയ്തിട്ട് അടുത്ത വീഡിയോ എടുക്കാം. കഴിഞ്ഞാ ഞാൻ അതിന്റെ പണി എടുക്കട്ടെ. നിന്റെ പണി എടുക്കട്ടെ ഞാന്. സോ നമ്മളിപ്പോ നമ്മളെ റൂം ക്ലീനിങ്ങിലാണ്. ഉണ്ടോ എന്തോ ഒരു രസമുണ്ട് ഈ വാരി വലിച്ചിട്ട് കാണാൻ. പക്ഷെ മടക്കി വെക്കുമ്പോ എനിക്ക് ഇത്ര ഭംഗി നമ്മളെ റൂം തോന്നൂല. പക്ഷെ ഇത് മടക്കി വെക്കാനുള്ള ഡ്രസ്സല്ല ഗൈസ്. ദിസ് ഇസ് മൈ ഹസ്ബൻഡ്. മടി കാരണം AC ഇട്ട് കിടന്നുറങ്ങും ഇതിൻ്റെ ഇടയിൽ. കിടന്നോട്ടെ പാവല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ മടക്കി വെക്കണം. കുറേ ആൾക്കാർ ചോദിച്ചു എനിക്ക് ഈ റോസ് ഷോളും ഈ ഓറഞ്ച് മാക്സി കറുപ്പ് മാക്സി എന്നുള്ളൂ, വേറെ ഒന്നുമില്ലേ? ഇതൊക്കെ എനിക്ക് ഇട്ട് കൊടുക്കാനുള്ള ഡ്രസ്സാണ് ഗൈസ്. അടിയത്തെ ഷെൽഫിലൊക്കെ ഉണ്ട്. ഇടാത്ത ഒന്നല്ല, നമുക്ക് നേരം കിട്ടില്ല. അപ്പോൾ നമ്മൾ മുകളിലുള്ളത് വാരിയിട്ടിട്ട് പോരുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അതിന്ന് കയറ്റി ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് റെസ്റ്റ് എടുത്ത് വടായി വിടാം. മൊത്തം റെസ്റ്റ് ഇല്ലാണ്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ ഇന്ന് വല്ല ഹോസ്പിറ്റലിലും കിടക്കേണ്ടി വരും. അപ്പം ഈ ഒരു പരിപാടി നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. റംസാൻ അടുപ്പിച്ച് വീടും കുട്ടിയൊക്കെ നന്നാക്കുക, നനച്ചുളി പണി എന്നൊക്കെ പറയും. അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. പിന്നെ ഒന്നുമല്ല, അലമാരൊക്കെ ഒന്ന് വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടേന്. കാരണം ലേലോസ് അന്നതിൻ്റെ ശേഷം എനിക്ക് ഇതുമലേക്കൊന്നും വല്ല അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങോട്ട് കൊണ്ടുപോയി കുത്തിശ്ശേരി വെക്കും, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കും. പിന്നെ സനക്കാക്കൻ്റെ ഒരു ക്വാളിറ്റി പറയുകയാണെങ്കിൽ എത്ര അയൺ ചെയ്ത് വൃത്തിയാക്കി ഞാൻ ഷർട്ടൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചാലും ഏറ്റവും അടിയത്തത് ഇങ്ങോട്ട് വലിച്ചിട്ട് ആ അട്ടി അങ്ങോട്ട് അമർത്തി കളി, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് അയൺ ചെയ്ത് കൊടുക്കലില്ല. പോവാൻ നേരത്ത് അതിന് ഏതെങ്കിലും ഒരു ഷർട്ട് എടുത്തിട്ട് അയൺ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ അതും ഞാനൊരു അൽക്കുലത്തെ മടക്കിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സുണ്ട്. എനിക്ക് ഡ്രസ്സ് ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, എനിക്ക് ഫീഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ബട്ടൺസ് ഉള്ള ഡ്രസ്സാണ് അധികം പുറത്തൊക്കെ പോകുമ്പോൾ. പിന്നെ ഏതെങ്കിലും വീടുകളിലൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഇട്ടുള്ളൂ. കാരണം നമുക്ക് അവിടെ നിന്നൊന്നും ആ പ്രശ്നമില്ലല്ലോ. അപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സ് തന്നെ അധികം ഇടില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് എനിക്ക് ഈ ഡ്രസ്സ് തന്നെ ഉള്ളോ. എനിക്ക് പോലാരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അള്ളാൻ എൻ്റെ പെരക്കാരെയൊക്കെ ബോധിപ്പിച്ചാൽ മതി. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് അറിയാം, പ്രത്യേകിച്ച് എൻ്റെ അമ്മക്കാരെ ഇട്ട് കൊടുക്കാനില്ലാഞ്ഞിട്ടല്ല ഇടാഞ്ഞിട്ടാണ്. പിന്നെ എൻ്റെ കെട്ടിയവനക്കും അറിയാം, വാങ്ങി കൊടുക്കാഞ്ഞിട്ടല്ല ഇടാഞ്ഞിട്ടാണ്. ഇടാനുള്ള സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം ഇപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുത്ത് കാണിച്ചു തരാം. സംഭവം എൻ്റെ റൂം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഭംഗിയാക്കി കൊണ്ടു നടക്കണം. പിന്നെ നമുക്ക് റൂമിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റണം. ഫുൾ വൈറ്റാണ്. അന്ന് തോന്നി വൈറ്റ് അടിക്കാൻ, അപ്പോൾ വൈറ്റ് അടിച്ചതാണ്. പിന്നെ നമ്മളെ ഒരു കാര്യം കാണിച്ചു തരാം. ഡ്രസ്സിങ് റൂം, ആ ഡ്രസ്സിങ് റൂമിൻ്റെ ആ ഷെൽഫ് വെച്ചതിൻ്റെ ബാക്കിൽ ഒരു കുറച്ച് വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ പറയുക, ആ ചുമരിന് അവിടെ ആദ്യം ഒരു ഓപ്പൺ ഡ്രസ്സേന്, അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കുക എന്നുള്ള ഒരു തീരുമാനമാണ്. അവിടെ വാൾപേപ്പർ ഒട്ടിക്കുക, റൂമൊന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കണം. പിന്നെ അലമാറിൻ്റെ മുകളിൽ കയറ്റി വെച്ച ഭാണ്ഡക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലൂസിൻ്റെ ബെഡുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി പിടിക്കാൻ പറ്റാത്ത ഐറ്റംസ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ കവറിലാക്കി വെച്ചതാണ്. അപ്പം നമുക്ക് ബാക്കി പണിയെടുക്കാം. ബെഡായി വിട്ട് നിന്നാൽ എനിക്ക് ഡോക്ടർ പോകും. കല്യാണം അടുപ്പിച്ച് എനിക്ക് കിട്ടിയ ഡ്രസ്സുകളാണ്. ഈ നെയ്യിൽ പൊരിച്ച ഐറ്റംസ് ആയതുകൊണ്ട് ഒരു 2-3 കൊല്ലത്തിന് എനിക്കിതൊന്നിട്ട് പുറത്തൊന്നും പോകാനും ലേലൂസ് ഇതുമനൊന്നും എൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കില്ല. അപ്പോൾ ഇത് ഞാൻ തൽക്കാലമായിട്ട് എൻ്റെ അനിയത്തിമാർക്ക് ഞാൻ കൈമാറാൻ വിചാരിച്ച ഡ്രസ്സുകളാണ്. ഒരിട്ടോളും അവൻ എൻ്റെ അവർക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ അത് രണ്ടും ഞാൻ എൻ്റെ അനിയത്തിനോട് കടം വാങ്ങിയ ഡ്രസ്സ്, അത് തിരിച്ചു കൊടുക്കണം. ബാക്കിയൊക്കെ അടുക്കി പെറുക്കി വെച്ചാൽ ഇത്രയും വൃത്തി ഉണ്ടാവും. അടുക്കി പെറുക്കി വെക്കാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അതല്ല, അപ്പം തന്നെ 3:30 അപ്പോൾ ഇതൊന്നും സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ടൈം നമുക്കില്ല. അപ്പോൾ പോയി വന്നിട്ട് ക്ലീൻ ചെയ്യാം. 4 മണിക്ക് ഡോക്ടർ എത്തും.
ഇത് ഇങ്ങനത്തെ നിന്നോട്ടെ, അതുകൊണ്ട് ഇങ്ങോട്ട് ആരും വരൂലല്ലോ. വൃത്തികേടായിക്കണം. വൃത്തി ഉണ്ടാകുമ്പോഴാണ് ആരെങ്കിലൊക്കെ വരുള്ളൂ. വൃത്തികേടാക്കി ഇട്ടിച്ച് പോയാൽ ആരും വരൂല. ഇങ്ങനെ അവിടെ കാലുത്തുക, വൃത്തി പോയപ്പോൾ മനുഷ്യന്മാർ ഇങ്ങോട്ട് വരുമോ? അതുകൊണ്ട് അവിടെ നിന്നോട്ടെ, നമുക്ക് മാറ്റി പോവാം. കിടക്കുന്ന ഈ റൂമൊന്ന് മാറ്റി പോവാണെന്ന്. അതാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ നെഗറ്റീവിനെയൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. വെച്ചിട്ട് ഞാൻ ലോകസുന്ദരി ആയിന്നല്ല, എനിക്ക് കണ്ടിട്ടൊരു വൃത്തി വെടുപ്പൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളൂ, മറ്റുള്ളവർക്ക് എനിക്കറിയില്ല കേട്ടോ. ഓണക്കോണ പറഞ്ഞ് നേരം പോയി. ലീലൂസിനുള്ള സെറ്റ് ചെയ്യണം, അവളെ കൊണ്ടുപോകണം. അവളെ കൊണ്ടുപോകാഞ്ഞാൽ എനിക്ക് ഒന്നും നടക്കില്ല. അവിടെ തോടുമ്പോൾ തന്നെ അവള് കരയുണ്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് വിളിക്കും. അപ്പം പിന്നെ അവളെ കൊണ്ടുപോകുന്നതാണ് ബെറ്ററായ ഒരു ഓപ്ഷൻ. പോക്കുള്ളത് കൈമ പിടിക്കണം. ഞാൻ എവിടെ പോകണില്ല ലൂസിന് ഈ ഒരു സാധനം കൊണ്ടുപോകട്ടും, കോളിക് ആസിഡ്. കാരണം അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു പെയിൻ ആയതുകൊണ്ട് അതില്ലാണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകില്ല. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ കോളിക് ആസിഡ് എടുക്കാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. ഇനി ലേലൂസിന് ഒരു ഡ്രസ്സ് എടുക്കണം മാറ്റാൻ. സനക്കാക്ക് പിന്നെ ഓളെ പിന്നെ വന്ന് മാറ്റി പൊയ്ക്കോളും. ലേലൂസിൻ്റെ സെൽഫി കാണണ്ടേ, ഓൾട്ട് ചെയ്ത് വെച്ചതാണ്. കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടേ, കുറേയൊക്കെ ചെറുതായി. പിന്നെ എനിക്കിഷ്ടപ്പെട്ടതും കാണാനൊരു ഭംഗിയുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ഹാങ്കർ ചെയ്ത് വെക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോഴേ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ എനിക്കൊരു പെൺകുട്ടി ആയാൽ മതി. അതുകൊണ്ട് എനിക്ക് പഠിച്ചോനെ എനിക്കൊരു പെൺകുട്ടിനെ തന്നത്. റെഡി ആവാൻ പോവാണല്ലോ. ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വിചാരിച്ചു. ജ്യൂസ് കളർഫുള്ളായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല ഒന്നും. ഇവിടെ ഈ ഫ്രൂട്ട്സും പീടികയില് ഒരുപാട് ഫ്രൂട്ട്സ് പല കളറിൽ കണ്ടിട്ട് ലേലൂസ് ആകട്ടെ എന്താ പറയാ, ആ ഒരു അമ്പരപ്പിലാണ്. എന്ത് സ്ഥലം മോളെ, എന്തൊക്കാ ഉള്ളത് ലേലൂസിന്. ലേലൂസിനെ ഓൾക്ക് ആ ഫ്രൂട്ട്സും പീടികയിലില്ലേ ഒരു എല്ലാ ഫ്രൂട്ട്സും കൂടി കളർഫുൾ ആയിട്ട് കണ്ടിട്ട് ആകെ അമ്പരപ്പ്. കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. മൂപ്പര് കണ്ണൂര് പോയപ്പോ നിങ്ങക്ക് നിങ്ങൾ നിർബന്ധിച്ചു, ഞാൻ അവിടേക്ക് ജ്യൂസ് എന്നാ പറഞ്ഞത്. ആ അപ്പൊ ഞാൻ ജ്യൂസ് പറഞ്ഞപ്പോ കിട്ടിയാ കുടിക്കും. ഞാൻ സൻകാക്കനോട് എനിക്ക് അണ്ണാക്ക് വലിയുണ്ട്, എനിക്ക് എന്ത് കുടിക്കാൻ, പക്ഷെ ഞാൻ ജ്യൂസാണ് കുടിക്കാറുള്ളത്. ദാഹത്തിനൊക്കെ പുറത്തിറങ്ങിയാൽ ഞാൻ ജ്യൂസാണ് കുടിക്കല്, ഞാൻ വെള്ളം കുടിക്കില്ല. അപ്പോൾ സൻകാക്ക പറഞ്ഞു നമ്മുടെ നാട്ടിൽ അതുണ്ട് കണ്ണൂർ കോക്ടെയിൽ ഉണ്ട്, നമുക്ക് അത് കുടിക്കാന്നാണ്. വൈ നോട്ട്, എന്തിനു നമ്മളതിനെ എതിർക്കണം, നമ്മൾ കുടിക്കാൻ റെഡിയായി വന്നു. ഈ കോൾബാർ ഒരു പഴയ വീടായിരുന്നു എന്ന് തോന്നുന്നു. ആ ഫാനൊന്നും ഇവിടെ വെച്ചിരുന്നെങ്കിൽ. പഴയ തറവാട് സ്റ്റൈല് വീട്, വീടല്ല കോൾബാർ. ഇതാണ് റാപ്പ് റോള്. ഇതിനുള്ളിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയോ ബ്രോസ്റ്റോ. വലിയ രസമൊന്നുമില്ല. വാവെന്നൊന്നും പറയാൻ പറ്റും, തരക്കടില്ല. ഒന്ന് സ്റ്റൈ കാണിച്ചു വന്നപ്പോഴത്തേക്കും നൈറ്റ് ആയിട്ടുണ്ട്. ഐ മീൻ 7 മണിയൊക്കെ ആവാനായി. ഹോസ്പിറ്റലൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് സമയം 7 മണിയായി. അപ്പൊ സൻകാക്ക പറഞ്ഞു ഇനി റെസ്റ്റ് എടുത്തോ, ഞാൻ ഇവിടെ ഒക്കെ നന്നാക്കി തരാന്ന്.
അപ്പൊ ഞാൻ കുറച്ചേരം റെസ്റ്റ് എടുക്കാം. എനിക്ക് ഇന്ന ഭയങ്കര കാര്യം, എന്നെ കൊണ്ടൊന്നും അങ്ങനെ പണിയൊന്നും എടുപ്പിക്കൂല. അപ്പൊ എന്നാ പറഞ്ഞേ, ഇത് റെസ്റ്റ് എടുത്തപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നേല്ലേ, ഞാൻ മടക്കി വെച്ചോളാം. ആയിക്കോട്ടെ, എന്തിനാ നമ്മളത് തുടങ്ങിക്കോ, തുടങ്ങിക്കോ. നമ്മള് രണ്ടാള് ഇറങ്ങാൻ പോവാണ്. വേണ്ട, മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. ഇനി ഒന്നും ഇവിടെ വൃത്തിയാക്കാനുള്ളൂ. ഇവിടെ ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കാനുള്ള. ഞാൻ അടിച്ചു വാരിക്കോളാം. എന്നാലും നമ്മൾ കൊഞ്ചം കൊഞ്ചം ഹെൽപ്പൊക്കെ വേണം നിങ്ങളെ. ആവൂല. കുട്ടി ഓളിഞ്ഞിപ്പോ അപ്പോഴത്തേക്ക് എണീക്കും. എണീക്കൽ ഓളിഞ്ഞിപ്പോ തുള്ളി കളിച്ച് വരും. അപ്പൊ നമ്മള് റൂമൊക്കെ ക്ലീനാക്കി ഷെൽഫൊക്കെ അടക്കി പെറുക്കി വെച്ച് നമ്മളെ റൂമൊക്കെ നനച്ച് കുളിച്ച്. ഇനി ഇവിടെ കുറച്ചും കൂടി പെയിൻറ്റിങ് വർക്ക് ഉണ്ട്. അപ്പം അതിനുള്ള സാമഗ്രികൾ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സെറ്റായി. സൻകാക്കി നനച്ചുള്ളി കുളിച്ചാ കുളിച്ച് സൻകാക്കി നനച്ച് കുളിച്ച്. അപ്പം നമ്മളെ റൂമിൻ്റെ നനച്ചുള്ളിൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത എന്തെങ്കിലും കാരണം കിട്ടിയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പൊ സനക്കാക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞേക്ക്.